എന്തൊരു ചിരി. മതി, ഇത്രയും മതി. ഇപ്പൊ പൊട്ടിയത് തിരുവനന്തപുരം ഡിപ്പോയുടെ 4 വണ്ടിയുടെ ചില്ല് മാത്രമല്ല, പിന്നെ ഇതിനിടയിൽ നീ വേറെ പോയി പൊട്ടിച്ച? ഗതാഗത വകുപ്പിന്റെ മൊത്തം ചില്ല. ഓ, ഇനി പോലീസ് കേസെടുക്കും. പതുക്കെ അന്വേഷണം വരും. വരട്ടെ. പതുക്കെ അന്വേഷണം നിന്നിലോട്ട് വരും. അതും വരട്ടെ. അപ്പൊ നീ പറയുന്ന കേൾക്കാൻ ആൾക്കാരുണ്ടാവും. അവരും വരട്ടെ. ആ യാത്രയിലേക്കുള്ള തുടക്കമാണ്. ഞാൻ എന്തിനും റെഡിയാണ്. എന്തിനും. ഞാൻ അത്രക്കില്ല. ഐ ആം റെഡി. കൂടെ ഉണ്ട് ഞാൻ. എന്നാൽ ഇത് ആരടാ ഇതിന്റെ ചില്ല് തീർത്തത്? ആർക്കറിയാം? വല്ല തേങ്ങ വല്ല വീണായിരിക്കും. പിന്മാതൽ നിയമനമായിരുന്നു. PSC എഴുതാതെ പുള്ളി ജോലിക്ക് ഇരിക്കണത് മനസ്സിലാണോ? ഇപ്പൊ അതാണോ നിന്റെ പ്രശ്നം? എടാ ചില്ല് തകർത്താരെന്ന് പറ. അണ്ണന്റെ പറഞ്ഞ കേട്ടോ, ഞാൻ തകർത്ത പോലെയാണല്ലോ. ശമ്പളം കിട്ടാനുള്ള ആരെങ്കിലും തകർത്താണെങ്കിലോ? അങ്ങനെയാണ് എല്ലാ ഡിപ്പോയിലും ഇപ്പൊ പൊട്ടി കാണുമല്ലോ. ഇവിടെയാണ് ഉദ്ഘാടനമെങ്കിലോ ഞാൻ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കൂലേ? പോലീസ് വരും, പോലീസ് വരും. നമസ്കാരം സാറേ. ഇവിടെ ഇങ്ങനെ സംഭവം ആദ്യമായിട്ടാ. അതിന് അല്ല, സർക്കാർ ബസ്സല്ലേ പൊട്ടിച്ചനെ പിടിക്കണം സാറേ. അതിനാണല്ലോ ഞങ്ങളിവിടെ വന്നിരിക്കണേ. അതെ. ഇത് കൗടി തരത്തിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇല്ല സാർ. ചോദ്യം ചെയ്യണം. ആയിക്കോട്ടെ. ബസിന്റെ ചില്ലുകളാണ് എറിഞ്ഞു പൊട്ടിച്ചിട്ടേക്കുന്നത്. ഇതൊന്നും മാറ്റി മൂളിന്ന് വിളി വരും. ആരെങ്കിലും പൊട്ടിച്ചേ? ബഹുവചനം വേണ്ട. ഒറ്റ എണ്ണത്തിന് വെറുതെ വിളില്ല. ഞാൻ എല്ലാത്തിനും നോക്കും സാറേ. ഞങ്ങളെ KSRTC സ്റ്റാഫുകളാണ്. സ്റ്റാഫല്ലേ? അല്ലാണ്ട് KSRTC ഓണറൊന്നുമല്ല. അതല്ല, എനിക്ക് എല്ലാവരും സംശയമുണ്ട്. പുള്ളിക്ക് സ്വന്തം ഭാര്യ ഒരു സംശയമുള്ള ആളാണ് സാർ. ചില്ല് ഇത് മണത്ത് കഴിഞ്ഞാൽ ആരാന്നറിയാൻ പറ്റും. എനിക്കതല്ല ഡൗട്ട്. ഇനി കൽക്കണ്ട വന്ന് പറഞ്ഞ് പിള്ളേർ തിന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തിന്നു. കൂട്ടും. ഈ ചില്ല് പൊട്ടിച്ചവനെ മണിച്ചിത്രായിട്ട് പൂട്ടും. എറിഞ്ഞവനും പൂട്ടും, കൂട്ടുന്നവനും പൂട്ടും, കൈവലം കിട്ട് പൂട്ടും. ചില്ല് പൊട്ടി ശബ്ദം ആദ്യം കേട്ടതാരാ? ഞങ്ങൾ കേട്ടില്ല. ഞങ്ങളല്ല സാർ. നിങ്ങളൊക്കെ പൊട്ടന്മാരാണ്. പൊട്ടന്മാരല്ല, പക്ഷെ ഞങ്ങൾ കേട്ടില്ല സാർ. കേട്ടില്ല? ഇല്ല. ഞങ്ങൾ ചായ കുടിക്കാൻ പോയ സമയത്താണ് സംഭവം നടന്നേക്കുന്നത്. അതെ സാർ. ഓഹോ. പ്രതിക്ക് കൃത്യം ചെയ്യാൻ അവസരം ഒരുക്കി നിങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് മാറി കൊടുത്തു ഞാൻ പറഞ്ഞാൽ സാറിനെതിരെ ഞങ്ങൾ പരാതി കൊടുക്കും. കൊടുക്ക് സാർ. എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രതിയെ കിട്ടണം, അത്രല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതാണ് അവിടുത്തെ CCTV. അവിടെ ഉണ്ട്. ആഹാ, പേടിക്കണ്ട. പ്രതിയെ കിട്ടി കഴിഞ്ഞു. ഉറപ്പിച്ചോ? എടാ, പ്രതിയെ കിട്ടാം. ഇവിടെ വെച്ചില്ലെങ്കിൽ എവിടെ വെച്ച് വേണോ കിട്ടാം. പക്ഷെ നിന്നെ ഒരിക്കലും ഇവിടെ വെച്ച് പിടിക്കാൻ പാടില്ല. നിന്നെ നാട്ടുകാരെ മുന്നേ ഇട്ട് പിടിക്കണം. അത് എന്തിനാണ്? എടാ കോപ്പെ, നിന്നെ ഇവിടെ ഇട്ട് പിടിച്ചാൽ ആരറിയാൻ? ചാനലിൽ കൂടെ ആൾക്കാരെ അറിയില്ലേ? എടാ നീ നാറിയത് നിന്റെ നാട്ടുകാരെ മുന്നിലല്ലേ? അപ്പം നമ്മൾ ഇവിടെ വെച്ച് പിടികൊടുത്ത ഒരു ഗുമ്മ് കാണൂല. നാട്ടുകാരുടെ മുന്നിലൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ഇമ്പാക്ട് ഒക്കെ കിട്ടി ഒരു രക്ഷ. അത് വേണ്ടേ? മനസ്സിലായി മനസ്സിലായി. യു ആർ വെരി ബ്രില്യന്റ് വൈശാഖ. നമുക്ക് ബസ്സിൽ പോവാം. ബൈക്ക് കൂടെ കിട്ടും. ടിക്കറ്റ് ആരെടുക്കും? നീ എടുത്താൽ അന്ന് ഒട്ടും താമസിപ്പിക്കണ്ട. ഇപ്പൊ തന്നെ സ്വന്തം വകുപ്പിലെ 4 ബസ് സംരക്ഷിക്കാൻ പറ്റാത്ത ഇദ്ദേഹമാണ് നാട് സംരക്ഷിക്കാൻ നടക്കുന്നത്. ഇദ്ദേഹം മന്ത്രിയാണെന്ന് പറയാൻ നമുക്ക് ലജ്ജ തോന്നുന്നു. പറ്റില്ലെങ്കിൽ വേറെ പണിക്ക് പോകാൻ പറ. വൈശാഖ, നിന്റെ എക്സ്പീരിയൻസിൽ ഈ റിമാൻഡ് എത്ര ദിവസം വരും? 14 days. ഓ, അപ്പൊ 14 ദിവസത്തെ ഡ്രസ്സ് നമ്മൾ കരുതിയാൽ മതിയില്ലേ? കളർ ഡ്രസ്സ് ഇടാൻ പറ്റുമോ? നീ എന്താ ട്രിപ്പ് പോണ അവിടെ? ജീവിതം തന്നെ ട്രിപ്പല്ലേ വൈശാഖ? എൻജോയ്. ബസ്സിന് കല്ലെടുത്ത സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ പ്രതിഷേധം അലയടിക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണത്? കണ്ടാടാ, നിന്റെ ഒറ്റ ഏരിയയിൽ കേരളം നിന്ന് കത്തുന്ന കണ്ടാ? കത്തട്ടെ, എല്ലാം കത്തി നശിക്കട്ടെ. ചരിത്രത്തിൽ നമ്മുടെ 2 പേരുടെ പേരുകളും രേഖപ്പെടുത്തണം. നിന്റെ പേര് മതി, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇല്ല, നിന്റെ പേരുണ്ട്. വിനോദ വൈശാഖ, നിന്റെ പേരുണ്ട്. നിർബന്ധിക്കരുത്. ഇവനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടായിരുന്നു.
കേരളത്തിലെ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? പ്രതിപക്ഷ നേതാവിനെ പണി പഠിപ്പിക്കണ്ട. പ്രതിയെ നമ്മളുടൻ കസ്റ്റഡിയിൽ എടുക്കും. മിടുക്കന്മാരായിട്ടുള്ള പോലീസുകാര് കേരള പോലീസിലുണ്ടല്ലോ. നിന്റെ നിപ്പും മട്ടും ഒക്കെ കണ്ടാ നീ ഏതാണ്ട് ഗൾഫിൽ പോവാൻ പോകുന്നതിലുണ്ടല്ലോ. ഇപ്പൊ ഏതാണ്ട് ഇതൊരു ഗൾഫ് തന്നെയാണ് കേട്ടോ. എടുത്ത പിന്നെ ഗ്രഹിക്കണം. വേണോ? വേണ്ട, ചപ്പാത്തി വേണ്ട, ഞാൻ കഴിച്ചു. ഐശാഖ, നീ പറഞ്ഞത് റിമാൻഡ് 14 ദിവസം ഒന്നല്ലേ? 14 ദിവസത്തെ ഡ്രസ് എടുത്തിട്ടുണ്ട്. 15ാമത്തെ ദിവസമായി കഴിഞ്ഞാ അവര് തരേണ്ടി വരും. ഓക്കെ, അത് നീ ഏറ്റോളണം. അച്ഛാ പോലീസ് ജീപ്പിന് വട്ടം ചാട്. അച്ഛൻ ചോറ് വണ്ടി എടുത്ത് ഈ പ്രതി ചേട്ടാ, ഈ പ്രദീപിന്റെ വീടേതാ? സാറേ കുറച്ച് മുന്നോട്ട് ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു കള്ളലക്ഷണം മുന്നോട്ട് ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ ഓ ശരി. ഒരുപാട് ആഗ്രഹിച്ചാണ്. പോലീസുകാർക്ക് രാജ കാണിക്കുന്നു. എന്നാലും അവരെന്താണോ പിടിക്കാതെ പോയത്? ഇതൊക്കെ ഇങ്ങോട്ട് വരാൻ അന്ത് പിടിക്കാതെ പോയത്? എടാ, നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ട്രിവാൻഡ്രത്തിൽ മാവേലിക്കര വരെ എത്താൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് അങ്ങാട്ട് പോയി കീഴടങ്ങിയാലോ? വെരി ഗുഡ് ഐഡിയ. ബസ് ആ സ്റ്റേഷൻ്റെ വാങ്ങാം. ഉറപ്പായിട്ടും. ഓക്കെ. ഹലോ, റിപ്പോർട്ടർ ചാനലല്ലേ? 24 ന്യൂസ് അല്ലേ? ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലേ? ആ മുട്ട ഉണ്ട് കേട്ടോ അവിടെ. അതെ, ഒറ്റ ഷോസിൽ ന്യൂസ് വായിക്കുന്ന ഹാഷിലുണ്ടോ അവിടെ? KSRTC ബസ്സിൽ കല്ലെറിഞ്ഞ പ്രതി ഇന്ന് കീഴടങ്ങും. ഇനി ഏത് ചാനലുണ്ട്? സഫാരി ചാനൽ. ചേട്ടാ, ചേട്ടനല്ലേ മറ്റേ വീഡിയോയിലുള്ള? ചേട്ടാ, ചേട്ടനെ സമ്മതിക്കണം. ചേട്ടാ ഒരു സെൽഫി എടുത്തോട്ടെ. ഇല്ലില്ല. ഒരു സെൽഫി ഒന്ന് ചിരിക്കട്ടെ. ഒരു സെൽഫി. എന്താ ഫുൾ ഹിന്ദിക്കാരൊക്കെ ഉണ്ടല്ലോ. ഹിന്ദിയിൽ പിടികൊടുക്കേണ്ടി വരും. എടാ, ഞാൻ വിളിച്ച ചാനലുകാർ എല്ലാവരും വന്നിട്ടുണ്ട്. നീ ധൈര്യമായിട്ട് കയറി പറയാൻ നീ എല്ലാം ചെയ്തേന്ന്. താങ്ക് യു വൈശാഖ. ഞാൻ അകത്ത് പോയി പിടികൊടുത്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സിസ്റ്റം ചേഞ്ച് ചെയ്തിട്ട് വരാം. നീ ഇവിടെ റെസ്റ്റ് ചെയ്യ്. ഓക്കെ. ഓക്കെടാ. വിനോദേ, എന്താടാ? എടാ, കുറച്ചുകൂടെ മാസം കൗണ്ടർ അടിച്ച ശീലം മാസ് പിടിക്കാല്ലേ? വർക്കാണ്. മാസ് ഇതായിരിക്കും. ഈശ്വര, തോക്കിന് പിടിവെച്ചിടും. ഉയരോടെ വന്നാ മതിയായിരുന്നു. സിയെ അകത്തുണ്ട്. ആയിടാ. ഇരിക്കും. ഇറങ്ങി വാടോ. ഞാനൊരു കഥ சொல்லட்டுமா? കഥ சொல்லு. KSRTC ബസ്സിന് കല്ലെറിഞ്ഞ പ്രതി പിടിച്ചിട്ടില്ല. പിടിച്ചിട്ടില്ല. കിടക്കണ. ഇവരാരാണ്? അല്ല സാർ, യഥാർത്ഥ പ്രതി ഞാനാണ്. KSRTC സാർ പറയൂ സാർ, എന്താണ് സാർ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ സാർ? എന്താ സാർ, എന്താണ് സാർ അവിടെ സംഭവിച്ചത്? KSRTC ബസ്സിന്റെ ജില്ല കല്ലുണ്ടെറിഞ്ഞ് പൊട്ടിച്ചവനാ. സാർ, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇയാളെ ഭുവൻ ചന്ദ് ഫ്രം ബംഗാളി. സംഭവം പൂർവ്വ. അതെ സാർ, വ്യക്തമാക്കാമോ? ഇവന്റെ അച്ഛൻ ബസ്സിൽ കയറിയിട്ട് ബാലൻസ് അങ്ങോട്ട് കൊടുത്തിട്ടില്ല എന്നൊരു പ്രശ്നമാണ്. പക്ഷെ കേസ് കേരളം വിട്ട് ബംഗ്ലാദേശിൽ നിൽക്കില്ല. ബംഗ്ലാദേശോ? ഒരു മിനിറ്റ് സാർ, ഇപ്പോഴാണ് സാർ കോടതിയിൽ ഹാജരാക്കുന്നത്. എടാ, നീയാണെന്ന് പറയടാ. അവനാണ് പ്രതി. സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ ബംഗാളിന്ന് ഒരാളെന്നൊക്കെയാണ്. ഞാൻ ആരാണ്? നീ അവരെടുത്ത് പറ. പോയി ഈ KSRTC ബസ്സിന് കല്ലെറിഞ്ഞില്ലേ, ആ പ്രതി ഞാനാ. സാർ, സത്യമായിട്ട് ആ പ്രതി ഞാനാണ്. സാർ വിശ്വസിക്കണം. സാർ വേണമെങ്കിൽ അവിടുത്തെ CCTV ചെക്ക് ചെയ്തോളൂ, അതിൽ എന്നെ കാണാം. KSRTCയുടെ CCTV 2 വർഷമായിട്ട് കംപ്ലൈന്റ് ആയിട്ട് കിടക്കി. അത് ശരിയാക്കാൻ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവര് ശമ്പളം കൊടുത്തു തീർത്തേ. സാർ, CCTV ഓഫീസ് എവിടെ അറിയോ? സാക്ഷി